അന്നവിചാരം ഉന്നവിചാരം എന്നാണ് ചൊല്ല്. നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ അന്നത്തെ വേണ്ടെന്ന് വയ്ക്കുന്നു, ഒരു പ്രതിഷേധ മാർഗമായിട്ട്, അല്ലേ? പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ വിശപ്പിൻ്റെ പിടികൾ വരുമ്പോൾ എന്താണ് ഓർക്കും വേണ്ടിയിരുന്നില്ല. ചിലർ പിന്നെ ആ വാശി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ കഴിക്കില്ല. പക്ഷെ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? കടന്ന ബുദ്ധി ചിന്തിച്ചു വരും, ആഹാരം കഴിക്കായിരുന്നു, അത് എനിക്ക് തന്നെയാണ് പ്രശ്നം, അതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നത് അത്ര നല്ലതല്ല. കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് വരും, അപ്പം പോയി കഴിക്കുന്നതിലും നല്ലത് ഇപ്പോഴേ ഞാൻ കഴിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ഒരുപാട് മറ്റൊന്നിനോടുള്ള വാശി കാണിക്കുന്നവരില്ല. ആഹാരത്തോട് വാശി കാണിച്ചു കഴിഞ്ഞാൽ ആ വാശി കാണിക്കുന്ന ആളുടെ ശരീരത്തിലാണ് ഏറ്റവും പ്രശ്നമുണ്ടാകുന്നത്. കാരണം നമുക്ക് ഒന്നാമത് വിശപ്പുമായിട്ട് കിടന്നാൽ വെള്ളം കുടിക്കാം എന്നൊക്കെ, പക്ഷേ വിശപ്പ് നമ്മൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിന് അത് ഇതാവും, ഉറക്കം വരത്തില്ല. ഉറങ്ങാതെ വരുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വഴക്കിൻ്റെ ഇടയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയുന്ന ഒരു പഴയ ആളുകളൊക്കെ അങ്ങനെയാണ്. കഴിച്ചു കഴിച്ചു കഴിച്ചു, ഞാൻ കൊണ്ടുവന്ന് കഴിച്ചു, അവിടെ നിന്ന് എടുത്ത് വെച്ച് കഴിച്ചു, തിന്ന് വീർത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ വെറുക്കുന്ന വാക്കുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ കേൾക്കാറുണ്ട്, ഇല്ല? അങ്ങനെയൊന്നും ഒരിക്കലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയില്ല. ആഹാരവും ആണ് ആദ്യം വേണ്ട. ആഹാരം, വസ്ത്രം, പാർപ്പിടം. അപ്പോൾ ആഹാരത്തിൻ്റെ പേരിൽ ആർക്കും കണക്ക് പറയാൻ തോന്നാതിരിക്കും. ഇനി അഥവാ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് തീർക്കുക. ഇനി ഒരിക്കലും ആഹാരത്തിന് വേണ്ടി കണക്ക് പറയില്ല എന്ന് തീരുമാനിക്കണം. കാരണം നമ്മൾ വിശ്വാസമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, എന്തായാലും അതിന് എല്ലാം കേട്ടുകൊണ്ടൊരു ശക്തിയുണ്ട്. ഈ പ്രകൃതിക്കൊരു ശക്തിയുണ്ട്, ഒന്നിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാനൊരു ശക്തിയുണ്ട്. ആ ശക്തി സകലതും കാണുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരു വാക്ക്, നമ്മൾ വഴക്ക്, നമ്മൾ അന്നത്തെ ദേഷ്യം, നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അവിടെ അത് പറയുമ്പോൾ മിക്കവാറും പേര് ജയിക്കുകയാണ്, പറയുന്ന ആളുകൾ ജയിക്കുകയാണ്. കാരണം കേൾക്കുന്ന ആൾ ശരിയാണ്, ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട്, ഈ ജോലി ചെയ്യാതെ വീട്ടിൽ എനിക്ക് ജോലിയൊന്നുമില്ല, വരുമാനമില്ല, പക്ഷെ ഞാൻ ഒന്ന് കഴിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കും. വിഷമിക്കുക, നന്നായിട്ട് വിഷമിക്കും. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങൾ താമസിക്കുന്ന വീട്, അത് ഭർത്താവിൻ്റെ വീടായുക, മറ്റാരുടെയെങ്കിലും വീട്, എന്തും ആയിക്കൊള്ളട്ടെ, ആ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നോക്കുന്നത്, അല്ലേ? അതൊന്നും. പിന്നെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ വീട്ടിൽ നിങ്ങൾ ദിവസവും ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ വീട് വൃത്തിയാക്കൽ, അല്ലെങ്കിൽ മുറ്റം തൂക്കുന്നതോ, പാത്രം കഴുകുന്നതോ, തുണി കഴുകുന്നതോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ആ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് അവിടെ ഒരു ജോലി ചെയ്യുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ ആ ഭക്ഷണം ആ വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം നിങ്ങൾ ആ വീടിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്, ഇല്ലേ? പിന്നൊന്ന്, നിങ്ങളുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഭർത്താവ് കൊണ്ടുപോകുന്നതിലും ആ വീട്ടിലുള്ളവർക്കൊരു പങ്ക് കഴിക്കാനുണ്ട്, അല്ലേ? അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ വിഷമിക്കുകയേ വേണ്ട, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുകയും വേണ്ട, നിങ്ങളുടെ ശരീരത്തെ മോശമാക്കുകയും വേണ്ട. കുറച്ച് വിവരം ഇല്ലാത്തവർ അങ്ങനെ പറയുന്നു എന്ന് കരുതുക. പക്ഷേ ദേഷ്യം കൊണ്ട് പറയുന്നതാകാം. അവരുടെ ഭാഗത്ത് പറയുമ്പോൾ അത് ഭാഗം നമുക്ക് കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും. പലരും എന്നോട് പറയാറുണ്ട് അങ്ങനെ പറയും. പക്ഷെ അതവിടെ നിൽക്കട്ടെ, അതങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളത് ചിന്തിക്കുക വേണ്ട. ഞാൻ ഈ വീട്ടിലേക്ക് എൻ്റെ ശരീരത്തിൽ ഒരു ഊർജ്ജം ചിലവാക്കുന്നു, അതിനുള്ള ഭക്ഷണമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അതെന്തായാലും അത്രയേ ഉള്ളൂ, അതിലും കൂടുതലൊന്നും നിങ്ങൾ കഴിക്കും ഉള്ളതൊന്നുമില്ല എന്ന മനസ്സിൽ
വിചാരിച്ചേക്കാം ധൈര്യമായി ഭക്ഷണം കഴിക്കാൻ. അതിനെ വെറുപ്പ് കാണിക്കുകയോ ചെയ്യും.